ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എളങ്കുന്ന പുഴ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വീണ്ടും വരുവാനും ലോകം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആചരിച്ചു വരുമ്പോൾ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ജീവിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു സന്ദേശം ഏതാനും മിനിറ്റുകൾ നിങ്ങളുമായി പങ്കുവെച്ച് ഇളങ്ങുന്ന പുഴ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. സ്നേഹിതരെ, ഇന്ന് നടക്കുന്ന കേൾക്കുന്ന ഒട്ടനവധി സംഭവങ്ങളെല്ലാം നമ്മളെ ദുഃഖിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്ന വാക്കുകളെങ്കിൽ ദിനംതോറും ഇതെങ്ങനെ ഈ നാട്ടിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, സമാധാനം നൽകുന്ന ഒരു സന്ദേശം, അത് യേശുവിന്റെ വചനമാണ്, സുവിശേഷമാണ്. ഇന്ന് ഏതാനും മിനിറ്റുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളിത് കേൾക്കുവാൻ വളരെ വിനയത്തോടെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ഒരു കർത്താവിന്റെ ദാസി ഒരു 5 മിനിറ്റ് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അടുത്ത് മകളെയുമായി ശ്രദ്ധിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഭവങ്ങൾ അത്രേ. പരസ്യമായ സ്ഥലത്ത് കടന്നു വന്ന യേശുവിന്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിച്ചത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഒന്ന് മാത്രം. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അനേക മഹാന്മാർ ഈ ഭൂമിയിൽ കടന്നു വന്നു, മരിച്ചു, അടക്കപ്പെട്ട് പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് കേട്ടോ. ഈ ഭൂമിയിൽ കടന്നു വന്ന് സാധാരണ ജീവിതം നയിച്ച് അത് അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് താൻ ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തുവാൻ അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തു. എന്നാൽ അന്ന് കാലത്ത് കയ്യഫ മഹാപുരോഹിതനും അന്ന പുരോഹിതനും പീലാത്തോസൊക്കെയും ചേർന്ന് യേശു കർത്താവിനെ മരണത്തിന് ഏൽപ്പിക്കാൻ ഇടയായി. കാരണം യേശു മരിപ്പാൻ വേണ്ടി ഭൂമിയിൽ കടന്നു വന്നതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കൂടെ മരണം വഹിപ്പാൻ ഇടയായി. ആ മരണത്തിന് അതേ കല്ലറകളിൽ യേശു കർത്താവിനെ അടച്ചു വെപ്പാനായിട്ട് കഴിഞ്ഞില്ല. 3-ാം നാൾ കല്ലറകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയ ആ യേശു കർത്താവ് ഇനിയും നമ്മെ ചേർക്കാനായി ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരും കേട്ടോ. അത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കരുതി ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കുടിമഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിനശിക്കും, ഭൂമി അതിന്റെ പണികളൊക്കെയും വെന്തുപോകുന്ന കാലം കടന്നു വരാൻ പോകുകയാ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ അകൃത്യം, പാപം പെരുകയാ. മനുഷ്യൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയാതെ അവൻ അകൃത്യത്തിലും പാപത്തിലും വീണ് കിടക്കുകയാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അകൃത്യം, പാപം പെരുകി അതേ ഭൂമിയിൽ നാശം വന്ന് കൊയ്തുകൊണ്ടിരിക്കുക. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ പേപ്പർ വാർത്തകളിലും TV ചാനലുകളിലും കണ്ണുനീരണിയിപ്പിക്കുന്ന വാക്കുകളും വാർത്തകളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒന്നുണ്ട് കേട്ടോ. അത് കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിന്റെ വചനവും അത്രേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ.
ഈ ലോകത്ത് ആളുകൾ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഓടി ആത്മഹത്യ ചെയ്യാം, ജീവിതം അങ്ങോട്ട് തീർത്തേക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാകയില്ല കേട്ടോ. ആത്മഹത്യ ചെയ്താൽ നിന്റെ ആത്മാവ് യാതനയിൽ പോയി പനടയാകും. മനുഷ്യ, നീ മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ നിന്റെ ശരീരത്തിരിക്കുന്ന ഈ ആത്മാവ് വിലപ്പെട്ട ഒന്നാണ് കേട്ടോ. ഈ ആത്മാവിന് വേണ്ടി നീ ശരീരത്തായിരിക്കുമ്പോൾ നീ കരുതുക. ഈ ആത്മാവിന് വേണ്ടി നിങ്ങൾ അതേ ശരീരത്തിരിക്കുമ്പോൾ കരുതേണ്ടിയിരിക്കുക.